നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ പറ്റി പറയാനാണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ കണ്ടതിന് ശേഷം കേരളത്തിലെ ഒരുപാട് സ്കൂളുകളിൽ സീറ്റിംഗ് അറേഞ്ച്മെൻ്റൊക്കെ ചേഞ്ച് ആയെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഓൾറെഡി ഒരു സ്കൂളിൽ ഉള്ളതാണ്. ഏകദേശം 10 വർഷം കൊണ്ട് ആ സ്കൂളിൽ ഇതേ ഫോർമാറ്റിലാണ് അവിടെ കുട്ടികൾ പഠിക്കുന്നത്. കൂടുതൽ കാരണം എന്നുണ്ടെങ്കിൽ ഈ മേളിൽ കാണുന്ന വീഡിയോ നോക്കിയാൽ മതി. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ കയറി കണ്ടു കഴിഞ്ഞാൽ ഫൗണ്ടൻ ഹെഡ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ 10 വർഷം പണ്ട് തൊട്ടേ ഈ ഒരു രീതിയിലാണ് കുട്ടികളെ അവിടെ ഇരുത്തുന്നത്. അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക് ബെഞ്ചർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുട്ടികളിൽ നിന്ന് വേറെ കൃത്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ആണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ നാട്ടിലെ സ്കൂളിൽ പോലെ 60 പേര് 70 പേരൊന്നും നടക്കില്ല. ആ ഒരു സ്കൂളിൽ 20 പേര് മാത്രമാണ് ഒരു ബാച്ചിലുള്ളത്, ഒരു ഡിവിഷനിലുള്ളത്. ആ ഡിവിഷൻ അനുസരിച്ചിട്ട് എത്ര കുട്ടികളുണ്ടോ അത്രയും ആ ഡിവിഷനാണ് ഒരു ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്താണ് തോന്നുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇത് ഓൾറെഡി ഉള്ളതാണ്. അതിൽ നിന്നൊരു മാറ്റം വന്നെങ്കിൽ അതും വളരെ നല്ലത്. അപ്പോൾ എന്തായാലും ഫൗണ്ടൻ ഹെഡ് സ്കൂളിന്